പ്രൈസ് ബി ടു ഗോഡ്. ഒരു വർക്കിംഗ് ഡേയിൽ നിങ്ങൾ ഇത്രയും പേർ ജോലി കഴിഞ്ഞ് വന്നവർ, ഇനി ജോലിക്ക് പോകേണ്ടവർ, അവരെല്ലാവരും ഈ ദിവസത്തിൻ്റെ ഇത്രയും സമയം ഇതിനായി വേർതിരിക്കുന്ന ഓർത്ത് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 3 സീനിയർ കർത്താവിൻ്റെ ദാസന്മാർ, 3 ഗ്രാജുവേറ്റ് ബൈബിൾ സ്റ്റുഡൻസ്, ഇവരുടെ എല്ലാം മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധം പലപ്പോഴും എന്നെ നെർവസ് ആക്കാറുണ്ട്. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 1 കൊരിന്ത്യർ 9-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ച് തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തുടങ്ങി വെച്ച ആ ഒരു ടോപ്പിക്ക് തന്നെ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഈ 3 അധ്യായത്തിലും ഒരു ചരട് പോലെ ഈ 8, 9, 10 അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് 8-ാം അധ്യായത്തിൽ പറഞ്ഞത് ഒരു വിഗ്രഹം എന്ന് പറഞ്ഞത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. വിഗ്രഹത്തിന് നേദിച്ചിരുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്തിരുന്ന മീറ്റ് കഴിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊന്നും ഒരു വലിയ പ്രശ്നമല്ല. പക്ഷേ അത് മറ്റൊരു സഹോദരൻ അത് ഇടർച്ചയാക്കുന്നെങ്കിൽ അവർ വീഴാതിരിക്കേണ്ടതിന് നാം അതിൽ നൊഴിഞ്ഞിരിക്കണം എന്നാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. ആ വിഷയമാണ് 8-ാം അധ്യായത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2-ാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സ്നേഹമാണ് അറിവിനേക്കാളൊക്കെ ഉത്തമമായത്, ഉദാത്തമായത് എന്നാണ് 2-ാമത് പറഞ്ഞ കാര്യം. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാമായിരിക്കും, നമുക്ക് പല കാര്യങ്ങൾക്കും അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം പ്രയോജനമുള്ളതല്ല. അത് വേറൊരു സഹോദരനെ അതൊരു പ്രയാസമാക്കി തീർക്കുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറിയിരിക്കും എന്നാണ്. അതാണ് സ്നേഹം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലെ ചെയ്യാതിരിപ്പിക്കുന്നത്. What we started in chapter 8, he started the idea of eating meat that is offered to idols. He said, as far as a believer in Jesus Christ is concerned, it's not a big deal. And we have the right to do it. But if that creates a stumbling block for a weaker brother, I will refrain from it. And secondly, he said, knowledge is good, but not as important as love. So I will, even though I know many things, and I am free to do many things, and have the authority to do many things, if that will prevent or if it create a stumbling block for a weaker brother, I will refrain from doing that. This is a subject that he introduced in chapter 8, and the whole thing we talked about last week also was from chapter 9. He says, there are things that are right for me. And he talked about why he is not getting any support, and Barnabas is not getting any support, while many other apostles are getting support. And he said, whether I get support or no support, the most important thing for me is to proclaim the gospel of Jesus Christ. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ഫൈനാൻഷ്യലായിട്ട് എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ യഹൂദന്മാരുടെ ഇടയിൽ വരുമ്പോൾ യഹൂദനായി, ജാതികളുടെ ഇടയിൽ വരുമ്പോൾ ജാതികളായി, ജാതിയെപ്പോലെ ഒരുത്തനായി, എങ്ങനെയും വല്ല വിധേനയും കർത്താവിന് വേണ്ടി ചിലരെ നേടേണ്ടത് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അപ്പോൾ അതിൽ നിന്ന് അർത്ഥമില്ല, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയെന്ന് അർത്ഥമില്ല. ഓരോ ഓഡിയൻസ് വരുമ്പോൾ അവരോട് ഇടപെടേണ്ടത് എങ്ങനെയെന്നുള്ള പരിജ്ഞാനം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. ആ പരിജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം അവരോട് സംസാരിച്ചു. ഉപദേശത്തിൽ ഒട്ടും കൂട്ട് ചേർത്തില്ല, ഒട്ടും വെള്ളം ചേർത്തില്ല.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ ആ തോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 5 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണം. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവർ മിക്കപേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ ജനം അവർ യാത്ര ചെയ്ത സമയത്തൊക്കെ ഈ മേഘത്തിന് കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു. ആ മേഘത്തിൻ്റെ കീഴിലായിരുന്നു അവരെല്ലാം. ദൈവത്തിൻ്റെ ഷെക്കൈന ഗ്ലോറിയുടെ പ്രൊട്ടക്ഷൻ്റെ കീഴിലായിരുന്നു ദൈവത്തിൻ്റെ ജനം ഈ 40 വർഷക്കാലം നടന്നത്. ദ ക്ലൗഡ് ഓഫ് ഷെക്കൈന ഗ്ലോറി overshadowed the people of God who set apart from Egypt on the way to Sukkot. As a cloud during the day and a pillar of fire during the night, it gave protection to the people of God. അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദം ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ്. അവരിൽ മിക്ക പേരിലും, മോസ്റ്റ് ഓഫ് ദം, ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഈസ് റിമൈൻഡിങ് ദം that their bodies were scattered in the wilderness. അതാരൊക്കെയാണ്? അവിടുന്ന് പുറപ്പെട്ടവരിൽ ജെഫുന്നയുടെ മകനായ കാലേബും നൂൻ്റെ മകനായ ജോഷുവയും ഒഴികെ 20 വയസ്സിന് മേലോട്ടുള്ള ഒരുത്തനും കനാൻ ദേശത്തിൽ കാലുകുത്തിയില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറിച്ചെടുക്കണമെങ്കിൽ യു ക്യാൻ റൈറ്റ്. ഈ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈസ് ഇൻ എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സസ് 21 and 22. ദൈവത്തിൻ്റെ മേഘത്തെക്കുറിച്ചുള്ള വാക്യം 13-ാം അധ്യായത്തിൻ്റെ 21 22 വാക്യങ്ങൾ. Exodus chapter 13 verses 21 and 22. That is what he is talking about when he said they were under the cloud. Okay, എല്ലാവരും റെഡ് സീയിലൂടെ കടന്നു, സമുദ്രത്തിലൂടെ എല്ലാവരും കടന്നു. ഓൾ പാസ് ത്രൂ ദ സീ ആൻഡ് വർ ബാപ്റ്റൈസ്ഡ് അൺടു മോസസ്. പഴയ നിയമ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് റെഡ് സീ കടന്നു പോയ ജനത്തെക്കുറിച്ചാണ്. അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, അവരെല്ലാവരും മോശയോട് ചേർന്നു. അത് നമ്മുടെ ഈ കാലത്തുള്ള നമ്മുടെ സ്നാനത്തിനൊരു മുൻകുറി. ഇറ്റ് ഈസ് എ വേർഡ് പിക്ചർ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് ബാപ്റ്റിസം. ഈ ബാപ്റ്റിസം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമുള്ള കാര്യമല്ല. ബാപ്റ്റിസം ഈസ് നോട്ട് എ ന്യൂ ടെസ്റ്റമെൻറ്റ് കോൺസെപ്റ്റ്. Jews used to do baptism. That is why when John the Baptist preached in the wilderness, a lot of Jewish people came to take baptism under him. Even now, if a person who is not a Jew who wants to become a Jew, they will baptize him. ഞാനിതെല്ലാം ക്ലാസ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ബാപ്റ്റിസ്റ്റോട് സംബന്ധിച്ചുള്ള ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് എ റിമൈൻഡർ. ഇറ്റ് ഈസ് കോൾഡ് മിക്വ. Some Jewish houses have built into it a mikvah, and they do baptisms many times. Whenever they feel that they need a purification, a renewal, they go to a mikvah and immerse themselves. So baptism is not just a New Testament concept. So
ഇവരെല്ലാം സ്നാനപ്പെട്ട് മോശയോട് താതാത്മ്യം പ്രാപിച്ചതുപോലെ വെള്ളത്തിലൂടെ കടന്ന് വെള്ളം രണ്ട് മതിൽ പോലെ, like a wall, the water stood on either side and the people went through the sea. What Apostle Paul is showing is a word picture of the baptism. It's a symbol for the New Testament baptism. Appo it is an amazing demonstration of God's love and power what happened in the Red Sea. അവൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു പ്രകടനം, അവൻ്റെ വീരപ്രവൃത്തിയുടെ ഒരു പ്രകടനമായിരുന്നു റെഡ് സീയിൽ കാണിച്ചത്. രണ്ട് മതിൽ പോലെ വെള്ളം ചിറയായി രണ്ട് സൈഡിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം കടന്നുപോയി. They walked through the water. Thank you. I'm not used to doing this with the mic without a stand. That's okay. We'll manage. So, just like that, just like people identified with Moses in that baptism, when we Christians baptize, we are identifying with Jesus. We are not only identifying with Jesus, we are also pledging our allegiance to Jesus. The Old Testament people were pledging their allegiance to Moses, obeying Moses, following Moses. Just like that, when we baptize, we identify with Jesus. We are also pledging our allegiance to Jesus. Reference is Romans chapter 6, verses 3 and 4. കർത്താവായ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. So we are not joining a church to after baptism. That happens, that is a requirement, but what we are actually doing is we are joining with Christ. Not only that we are joining with Christ, we are wearing Christ. നമ്മൾ കർത്താവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ എല്ലാം ചെയ്തിട്ടും എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. They all ate the same spiritual food. സ്പിരിച്വൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നർത്ഥങ്ങൾ അതിനെടുക്കാം. ഒന്ന്, വി ആർ പാർട്ടേക്കിംഗ് ഓഫ് ദി ബ്രെഡ് ആൻഡ് ദ വൈൻ വെൻ വി ഒബ്സർവ് ദ ലോർഡ്സ് ടേബിൾ. And Jesus, Father God was feeding the people of Israel in the wilderness by providing manna and providing birds for flesh, for meat, and giving water from the rock. So they all ate the same food, and we all eat the same food. We partake of the body of, we partake of the bread and the wine from the Lord's table, and we also feed from the Word of God. We get food from the Word of God. So we are all observing the same doctrine, same thought. We are eating the same food. Just as all the people who followed Moses ate the same kind of manna, same kind of, what is that bird called? Kada, Pachigal. They gave a kind of fowl. God brought them down and they ate, and he gave them water throughout their journey for the 40 years. Paul is saying, and they drank from the same rock, and that rock was Jesus Christ. This is also based on a rabbinical interpretation that Paul is drawing on. And some rabbis did an interpretation saying that a rock followed the people of Israel wherever they went. And some other rabbis had another interpretation. They said it is not the rock that followed the people of Israel, but the stream, the water followed the people of Israel. Just like that, we are also feeding on the same thing. What he's trying to say is, we did all these experiences. We traveled together. We trusted in God. They identified with Moses. We identified with Jesus. We feeding on the Word of God. We are partaking of the table, Lord's table. They were being fed by manna and the fowl and the water. Even after all these experiences, God still was not pleased with the most of them, except two people. Everyone's body was
in the wilderness. They died in the wilderness. So what is the lesson for us? നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ അഭിഷേകം പ്രാപിച്ചു, നമ്മൾ വരുന്നു, നമ്മൾ പാടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു, അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നു, സുവിശേഷം. നമുക്കിതുപോലെ ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കുന്നു, നമ്മൾ വലിയ വിടുതലുകൾ പ്രാപിക്കുന്നു, കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ബിഹേവിയർ ആ വിശ്വാസത്തിന് അതിനനുസരിച്ചുള്ളതല്ലെങ്കിൽ നമ്മൾക്കും വീണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ വാണിംഗ് നമുക്കും ബാധകമാണ്. അതിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പം ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട, ഇത് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സാണ്. നമ്മളൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം. നമ്മൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിൽ വന്നു, അനുഗ്രഹം പ്രാപിച്ചു, ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നഷ്ടമാകുമോ, രക്ഷ നഷ്ടമാകുമോ? ന്യായമായിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം പൗലോസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവം വിടുവിച്ചുകൊണ്ട് വന്ന ജനം, റെഡ് സീയിൽ സ്നാനപ്പെട്ടവർ, മോശയോട് ചേർന്നവർ, ദൈവം ഫീഡ് ചെയ്തവർ, ദൈവം ആത്മീയ പാറയിൽ നിന്ന് വെള്ളം കുടിപ്പിച്ചവർ, കാടപ്പക്ഷികളെ ഭക്ഷിച്ചവർ, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ അതൊരു വാണിംഗ് ആയി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അതൊരു വാണിംഗ് ആയിട്ട് നമുക്കും അത് എടുക്കണം. നമ്മളൊരിക്കൽ വളരെ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു എങ്കിലും നമ്മൾ അതിനകത്ത് നിലനിന്നില്ലെങ്കിൽ നമ്മളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതിനൊരു തെളിവാണ്. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും വലിയ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു റോമർക്കെടുത്തപ്പോൾ ഈ വിഷയം നമ്മൾ ഒരു ക്ലാസ് എടുത്തായിരുന്നു. ക്യാൻ സാൽവേഷൻ ബി ലോസ്റ്റ്? ഓർക്കുന്നുണ്ടോ? അപ്പം ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഡിബേറ്റ്സ് ഇൻ ക്രിസ്ത്യൻഡം. രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ? പെട്ടെന്ന് രണ്ട് മൂന്ന് കാര്യം പെട്ടെന്ന് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ് ഇൻ ഡീറ്റെയിൽ ബിക്കോസ് വി ഹാവ് ഡൺ ദിസ് ക്ലാസ്. അൺലെസ് സംബഡി വാണ്ട്സ് ഐ ക്യാൻ ഓൾവേസ് കം ബാക്ക് ടു ഇറ്റ്. ദ ബാപ്റ്റിസ്റ്റ് ചർച്ചസ് and the brethren churches, they all hold to the view that once saved, always saved. അതിന് അവർ പെട്ടെന്നൊരു ഒരു ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന OSAS, once saved, always saved, OSAS. അതാണ് അവരുടെ വിശ്വാസം. അതിനവർക്ക് ഒരുപാട് വാക്യങ്ങളുമുണ്ട്. വാക്യങ്ങൾ അതിനെ തെളിയിക്കാനായിട്ട് അനേക വാക്യങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ വായിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് അരമണിക്കൂർ നമുക്കുള്ളൂ ബൈബിൾ സ്റ്റഡി. അപ്പോൾ അവർ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല. എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിടിപ്പിക്കുന്നവൻ ആര്? റോമർ 8-ാം അധ്യായത്തിൻ്റെ 29-30. അപ്പോൾ അനേക വാക്യങ്ങൾ അവർക്ക് നിരത്താനുണ്ട്. എന്നാൽ നമ്മൾ പെന്തക്കോസ്തുകാരായ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു, നമ്മൾ ആരാധിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. അതിന് ഉദാഹരണമായി 2 തിമോത്തിയോസിലൊക്കെ വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ, ഹുമനയോസും അലക്സാണ്ടറും എന്നെ വിട്ടുപോയി, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. അങ്ങനെ അനേക ഉദാഹരണങ്ങൾ. നമ്മുടെ മുടിയൻ പുത്രൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചിട്ട് നാം വിട്ടുപോകുന്നു എങ്കിൽ നമുക്ക് ആ സാൽവേഷൻ നഷ്ടമാകുമെന്നാണ് പെന്തക്കോസ്തുകാരുടെ വിശ്വാസം. നമ്മൾ ആ വിശ്വാസം ഒരു അർമീനിയൻ ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ എഫെസ്യ ലേഖനം 2:8-9 വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നതോട് പറയുന്നുണ്ട്. ആരും പ്രശംസിപ്പാൻ പ്രവർത്തികൾ കാരണമല്ല, പക്ഷേ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? എഫെസ്യ ലേഖനം 2:8-9 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്.
ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ കൃപയാൽ വിശ്വാസം മൂലം പെട്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എന്തും കൂടെ നഷ്ടപ്പെടും. വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ രക്ഷ നഷ്ടം. ഇതാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പെന്തക്കോസ്തുകാരായ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വ്യൂ ഇതാണ്. പക്ഷേ ഞാൻ പറയാൻ കാര്യം, ഇങ്ങനെയുള്ള രണ്ട് ചിന്താഗതികൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആരെങ്കിലും നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് വാട്ട് വി ഹോൾഡ്. ഇത് ബാപ്റ്റിസ്റ്റുകാരും പിന്നെ ബ്രദർകാരും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന വ്യൂ. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് രക്ഷ നഷ്ടമാകുന്നില്ല. ഇതാണ് അവർക്കും ചില വാക്യങ്ങൾ നിരത്താനായിട്ടുണ്ട്. അതിലേക്കെല്ലാം ഇപ്പോൾ കടക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്താലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദർ ഈസ് എ ചാൻസ്. ഇത്രയും പേരെ 2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മരുഭൂമി തള്ളിയിട്ടെങ്കിൽ നമ്മളും സൂക്ഷിച്ചോണം. നമ്മൾ എന്തെല്ലാം ആത്മീക അനുഗ്രഹങ്ങൾ നമ്മൾ പാസ്റ്റിൽ പ്രാപിച്ചെന്നുള്ളത് അത് കാരണമല്ല. നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരിങ്ങനെ പറയാറുണ്ട്, അന്ത്യം വരെയും വിശ്വസ്തനായി അവസാനം വരെയും വിശ്വസ്തനായി നിലനിൽക്കുക, എന്നാൽ ജീവൻ്റെ കിരീടം പ്രാപിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം തിങ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹോളിനെസ് that we have to maintain, an ongoing faith that we have to maintain in Jesus, an ongoing faith and behavior that is based on faith. അല്ലെങ്കിൽ നമുക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കൊരിന്ത്യരെ ഓർപ്പിക്കുന്നതോടൊപ്പം നമ്മളെയും പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. 5-ാമത്തെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലേ. നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനും എഴുന്നേറ്റ് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലും നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ ഫലസംഘം ചെയ്തു. ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം ഫലസംഘം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സഫർമാർ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പുറത്ത് സംഹാരം നശിച്ചതുപോലെ നിങ്ങളെ പുറർക്കരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഓക്കെ, അവിടെ നീക്കട്ടെ. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഒന്ന് ചിന്തിക്കാനുണ്ട്. അവിടെ ചില കാര്യങ്ങൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കുറച്ച് മര്യാദയുള്ള ചില ട്രാൻസ്ലേഷൻ വളരെ മര്യാദയായിട്ടാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചില വാക്കുകൾ അതിൻ്റെ ഒറിജിനൽ വാക്ക് നോക്കിയാൽ ഈ ജനം കളിപ്പാൻ എഴുന്നേറ്റു, അവർ തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അതിനുള്ള റൂട്ട് വാക്കുകളൊക്കെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചുമ്മാ ചീട്ട് കളിക്കുന്ന കാര്യമല്ല. അവർ ഒരു ലൈംഗിക അരാജകത്വം, ഒരു ഡ്രങ്കൺ ഓർജികൾ, അവരുടെ അവിശ്വാസം, അവരുടെ വിഗ്രഹാരാധന, അവരുടെ മ്ലേച്ഛത, ഇതിനൊക്കെ വേണ്ടി അവർ എഴുന്നേറ്റു. അവർ ദൈവത്തെ വിട്ട് അന്യദേവന്മാരെയും അന്യവിഗ്രഹങ്ങളെയും ആരാധിക്കാനായിട്ട് അവർ പോയി. ഇതെല്ലാമാണ് അവിടെ സംഭവിച്ചത്. ഇത് ദൈവത്തെ കോപിപ്പിച്ചു. 24,000 പേർ ഒരൊറ്റ ദിവസം വീണു പോയി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഒരൊറ്റ ദിവസം. അപ്പോൾ ആ വാക്യം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി. അവരതിനോട് അനുബന്ധിച്ച് മറ്റ് പല ജാതികളുടെ പല പ്രാക്ടീസിലേക്കും അവർ പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് നമ്മളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ പള്ളിയിൽ വിഗ്രഹങ്ങളൊന്നുമില്ല, നമ്മളൊന്നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നില്ല, നമ്മളെന്തിനാ ഈ ഐഡോളട്രിയെ കുറിച്ച് നമ്മളോടൊക്കെ എന്തിനാ പറയുന്നത്? ഐഡോളട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി എ സ്റ്റാച്യു ദാറ്റ് ഈസ് ബിൽറ്റ് ആൻഡ് പുട്ട് ഇൻ ദ ചർച്ച്. സംടൈംസ് we ourselves can become an idol. Our house can become an idol. Our car can become an idol. Anything that we
out of our selfishness that we do against God can become an idol. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബിംബമോ ഒരു സ്റ്റാച്യു ഒന്നും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിലും ദൈവസഭകളിലും മനുഷ്യരുടെ വിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. It is not a statue made of metal or wood, but there are other idols in our life. And as I said before, so for some, their business, their work, their bank balance, their cars and their houses and their beauty, all these can be an idol. അപ്പോൾ പ്രതിമയൊന്നും നമ്മുടെ ചർച്ചിലില്ലെങ്കിലും അല്ലെ ചർച്ചുകളിൽ ഇല്ലെങ്കിലും ഐഡോളട്രി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതുകൊണ്ട് അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ വളരെ അനുഗ്രഹവും വിടുതലുമൊക്കെ നമ്മൾ പ്രാപിച്ചെങ്കിലും നമ്മൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാം, നിങ്ങൾ ഉണർന്നിരിപ്പിൻ. You have to be alert. We have to be alert, watching ourselves. We have to be alert. Now we are actually our brother's keeper. അതുകൊണ്ട് നമ്മൾ അലർട്ടായിട്ടിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു ഡീസൻ്റായിട്ടൊരു വാക്ക് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചു. അതിൻ്റെ റൂട്ട് വേർഡ് ഇതാണ്. വളരെ ഈ ഡ്രങ്കൺ ഓർജീസ് അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഐഡോളട്രി, എല്ലാ തരത്തിലുള്ള ഇമ്മൊറാലിറ്റി, ദൈവത്തോടുള്ള മത്സരം, ഇതെല്ലാമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സോ വി ഹാവ് ടു വാച്ച് വാട്ട് വി ഡു ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്. ചർച്ച് ഓഫ് ഗോഡ് ഞാൻ ക്ലീവ്ലൻഡിലുള്ള ചർച്ച് ഓഫ് ഗോഡിനെ കുറിച്ചല്ല പറയുന്നത്. ആഗോള വ്യാപകമായ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മെമ്പേഴ്സായിരിക്കുന്ന നമ്മൾ, ദൈവസഭയുടെ മെമ്പേഴ്സായിരിക്കും നമ്മൾ, വി ഓൾസോ ഹാവ് ടു ബി വാച്ച്ഫുൾ ഹൗ വി ലിവ്. നമ്മൾ ചർച്ചിൽ വരുന്നു, ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ഡു ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് വിശ്വാസികളെ കളിപ്പിക്കാം, മേ ബി പാസ്റ്ററെ കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ അവർ ലൈഫ്. ലെറ്റ് us മൂവ് ഫോർവേഡ്. എവിടെ വരെ നമ്മൾ നിർത്തിയത്? 11 തുടങ്ങി വായിച്ചു. സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധിപ്രദർശനായി എഴുതിയിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീടാരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾ സഹിപ്പാൻ കഴിയേണ്ടതിനെ പരീക്ഷയോട് നിങ്ങൾ പോക്കുവഴിയോ ഉണ്ടാക്കും. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം നമുക്ക് ഉദാഹരണമായി ഒരു എക്സാമ്പിളായി സംഭവിച്ചിരിക്കുന്നു. നമ്മളുടെ അഡ്മോണിഷന് വേണ്ടി ദൃഷ്ടാന്തമായി നമുക്കൊരു ലെസനായിട്ട് അവിടെ കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ തരക്കേടില്ലാത്ത ആളാണ്, ഞാൻ മോശമല്ല, ഒരു ആത്മീകനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ വീഴാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളാനാണ് പൗലോസ് പറയുന്നത്. എനിവൺ ഹൂ തിങ്സ് ദാറ്റ് ഹി ഈസ് സ്റ്റാൻഡിങ്, ലെറ്റ് ഹിം വാച്ച് ഹിംസെൽഫ് ആൻഡ് ബി കെയർഫുൾ ലെസ്റ്റ് ഹി ഷുഡ് fall. That is written as an example, citing the Old Testament example of what happened to the Israelites. ഒരു മിനിറ്റ്. ഈ ടെംപ്റ്റേഷനെ കുറിച്ച് പറയുന്നത് അവിടെ പറഞ്ഞു, നോ ടെംപ്റ്റേഷൻ ഹാസ് ഓവർടേക്കൻ യു എക്സെപ്റ്റ് സച്ച് ആസ് ഈസ് കോമൺ ടു മാൻ. ഈ ടെംപ്റ്റേഷനെ കുറിച്ച് ഒരു തിയോളജിയൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഹാർബറിൽ when there is low tide, I'll move, sorry. There may be rocks in the harbor. At low tide you can see the rocks and you can avoid it. But when the tide is high,
you don't see these rocks. വേലി ഇറക്കമുള്ളപ്പോൾ ഈ പാറകളൊക്കെ നമുക്ക് കാണാം, നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നാൽ വെള്ളം കൂടുതലുള്ളപ്പോൾ ഈ പാറയെ നമുക്ക് കാണുന്നില്ല, നമ്മൾ അതിൽ തട്ടി തകർന്നു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ബി ഓൾവേസ് വാച്ച്ഫുൾ. ഇഫ് വി തിങ്ക് വി ആർ സ്റ്റാൻഡിങ്, വി ആർ ഗുഡ്, വി ആർ പെർഫെക്റ്റ്, വി ഹാവ് ടു വാച്ച് അവർ സെൽവ്സ്. ഓക്കെ, അടുത്ത വാക്യം വായിക്കാമേ. With the temptation will also make a way for escape. പരീക്ഷയോടൊരു പോക്ക് വഴിയും. അപ്പോൾ പോക്ക് വഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ദാറ്റ് ഡസൻ മേക്ക് ഇറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാവുന്നതുകൊണ്ട് അർത്ഥമില്ല. ഇപ്പോൾ ഒരു ആർമിയൊക്കെ വരുമ്പോൾ പഴയ കാലത്ത് ഈ മൗണ്ടൻ്റെയൊക്കെ മുകളിൽ ചില പാസുകളുണ്ട്. കൈബർ പാസ്, ബോളൻ പാസ്, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടല്ലേ, ഈ ഹിമാലയത്തിൻ്റെ മുകളിലുള്ള. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സ്കൂളിൽ പഠിച്ചതാണ്. ചില ഈ ശത്രു നമ്മുടെ നേരെ വരുമ്പം ചില മൗണ്ടൻ പാസുകൾ വഴി ചില സൈന്യങ്ങൾ ഓടി രക്ഷപ്പെടാറുണ്ട്. അതത്ര എളുപ്പമുള്ള വഴിയല്ല, പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും. ഒരു വഴി അവൻ ഒരുക്കും, അതെപ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഹീ ക്യാൻ ഗീവ് യു എ വേ ഔട്ട്. ബട്ട് യു മേ സ്റ്റിൽ ഗോ ത്രൂ സം പ്രോബ്ലംസ്, ബട്ട് ഹീ വിൽ ഡെലിവർ യു. ബട്ട് നോട്ട് എ വെരി ഈസി escape, but he can provide you an escape when we pass through problems. Okay, വായിച്ചോ പോക്ക് വഴി. ഓക്കെ, ഒരു കാര്യം കൂടെ, ഈ നമ്മൾ ഈ ടെംപ്റ്റേഷൻ വരുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ വരിക എന്നുള്ളതൊരു പാപമല്ല. To be tempted in itself is not sin, but succumbing to the temptation is the sin. When we entertain the temptation and succumb to it, that becomes a sin. അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് പാപം മുഴുത്ത് ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്നതെന്ന്. അതൊരു പ്രോസസ്സാണ്. ഹല്ലേലൂയ. സോ temptations will come as long as we live in this fleshly body. That itself is not a sin. പക്ഷെ നമ്മളതിന് വശമ്മതരായി വീണു പോകുമ്പോഴാണ് പാപമായിട്ട് തീരുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാം? പ്രാർത്ഥനയാലും വചനധ്യാനത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്കതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടെംപ്റ്റേഷൻ ഇൻ ഇറ്റ് സെൽഫ് ഇസ് നോട്ട് എ സിൻ, ബട്ട് വെൻ യു അലൗ യുവർ സെൽഫ് ടു ബി സക്കംഡ് ടു ദ ടെംപ്റ്റേഷൻ, ഇറ്റ് ബിക്കംസ് എ സിൻ. അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ അവിടം വരെ കഴിഞ്ഞു. ഇനി അടുത്ത വാക്യം ഏതാ ഉള്ളത്? അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടൊഴിയുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിക്കും. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നോക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാവുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളാകുന്നുവല്ലോ. അവിടെ നിർത്തിക്കണം. We partake of the body of Christ when we approach the Lord's table and partake from it. നമ്മളെല്ലാവരും കർത്താവിൻ്റെ മേശയ്ക്ക് അടുത്ത് വരുന്നു. നമ്മൾ ആ അപ്പത്തിൻ്റെയും ആ വീഞ്ഞിൻ്റെയും അംശികളായി തീർന്നു. നാം എല്ലാവരും ഒരേ ശരീരത്തിൻ്റെ പല പാർട്സാണ്, ഒരേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പെട്ടെന്നൊന്നും ഓർപ്പിക്കേണ്ടതുണ്ട്. ഇവിടെയും ചില ഡോക്ട്രിനൽ പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹോളി കമ്മ്യൂണിയനായിട്ട് അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ലോർഡ്സ് ടേബിളിനായിട്ട് അടുത്ത് വരുമ്പം ഇതിനെക്കുറിച്ചും പല പല ഉപദേശങ്ങളുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിക്കുന്നത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദാറ്റ് ഈസ് വാട്ട് വി ഡു. That is called, when we observe the Lord's table, we are memorializing, or we are observing it as a memorial of Christ's passion, death
and resurrection and all what he suffered upon the cross for us. അത് നമ്മൾ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാ സഭകളും അങ്ങനെ അല്ല ചെയ്യുന്നത്. അത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മാസ് എന്ന് പറയുന്നത് തന്നെ ഒരു സാക്രിഫൈസാണ് അവർ പഠിപ്പിക്കുന്നത്. അതൊരു യാഗമാണ് അവർ പഠിപ്പിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് അച്ഛൻ ഈ ഓസ്തിയും വീഞ്ഞും വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരമായി ഈ ബ്രെഡ് മാറുന്നു, കർത്താവിൻ്റെ രക്തമായി ഈ വീഞ്ഞ് മാറുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സ്വല്പ വ്യത്യാസമുണ്ട്, എന്നാൽ മോറലെസ് സെയിം വിശ്വാസമാണ്. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. 5 തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് 3 തരത്തിൽ നമുക്കൊന്ന് ഓർത്തഡോക്സും കത്തോലിക്കയും ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന വിശ്വാസങ്ങളാണ്, മോറലെസ് സെയിം ആണ്. അതിനൊരു ടേമുണ്ട്. ഇത് ടേമെന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ടേം ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ അപ്പത്തിനും വീഞ്ഞിനും വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നാണ്. നമ്മളത് വിശ്വസിക്കുന്നില്ല, അവരത് വിശ്വസിക്കുന്നു. എന്നാൽ മറ്റ് ചില സഭകൾ, ലൂതറൻ സഭകൾ, അവർ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം ആ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ എലിമെൻസിനകത്ത്, കർത്താവിൻ്റെ സ്പിരിറ്റ് സാന്നിധ്യം അതിനകത്ത് ഉണ്ടെന്ന് അവർ പഠിപ്പിക്കും. അതിൻ്റെ പേരാണ് കോൺസബ്സ്റ്റാൻഷിയേഷൻ. ഇൻ സ്പിരിറ്റ് ജീസസ് ഈസ് ഇൻ ദോസ് എലിമെൻറ്റ്സ് എന്ന് അവർ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുപടി നമ്മൾ വിശ്വസിക്കുന്നത്, ഇവാഞ്ചലിക്കൽസും പെൻറ്റക്കോസ്റ്റൽസും വിശ്വസിക്കുന്നത്, വി ഒബ്സർവ് ഇറ്റ് ഇൻ ഹിസ് മെമ്മറി. കർത്താവ് പറഞ്ഞ അതാണ്, ഞാൻ വരുവോളം, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ഒന്ന്, വസ്തുമാറ്റം സംഭവിക്കുന്നു, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. 2, ഇൻ സ്പിരിറ്റ് ജീസസ് ഈസ് ബീങ് പ്രസൻറ്റ് ഇൻ ദി എലിമെൻറ്റ്സ്, കോൺസബ്സ്റ്റാൻഷിയേഷൻ. നമ്മൾ വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് എ മെമ്മോറിയലൈസേഷൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ അതിൻ്റെ റെഫറൻസ് വന്നുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രം. ഹല്ലേലൂയ. ടൈം കഴിഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. 8:37 ആയി. ഓക്കെ, അത് ഏത് വാക്യം നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത്? അല്ലല്ല, നീ വെയിറ്റ്, നമുക്കിവിടെ നിർത്താം. ഇവിടെ ടൈം 8:37 ആയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത ആഴ്ച ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. വി ആർ ഓൾസോ സസെപ്റ്റബിൾ ടു ഫോൾ ഇഫ് വി ആർ നോട്ട് കെയർഫുൾ. ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ തന്നെ ശരണപ്പെടുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിന് മരുഭൂമിയിൽ പറ്റിയതുപോലെ നമുക്കും പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. കർത്താവ് നമ്മളെ രക്ഷിച്ചു, എന്നാൽ വിശ്വാസം മൂലം രക്ഷിച്ചു. ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ രക്ഷയും നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ കൊരിന്ത്യസഭയുടെ പൗലോസ് അപ്പോസ്തലൻ വാണിംഗ് കൊടുക്കുമ്പോൾ ആ വാണിംഗ് നമുക്കും ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്, കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്കങ്ങനെ സൂക്ഷിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിൽ വിശ്വസിച്ച്, പ്രാർത്ഥിച്ച്, നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറുണ്ട്. കുറച്ച് സമയം മുന്നോട്ട് പോയി ചോദിച്ചോ. അതെ, പക്ഷെ അവരെ ഞാൻ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു, അവിടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുന്നു. അപ്പൊ ആത്മാവ് നഷ്ടപ്പെടത്തില്ലേ? ഓക്കെ, അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ അവരെ പിശാചിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ ചർച്ച്. അതാണ് അവിടെ നടന്നത്. അവരെ സഭയിൽ നിന്ന് പുറത്താക്കി 2 പേര്. അപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കുമ്പം ഈ സഭയ്ക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും സഭയ്ക്കും ദൈവം ഒരു കവറിങ് കൊടുക്കുന്നുണ്ട്, ഒരു സ്പിരിച്വൽ കവറിങ്. ഈ ഡിസിപ്ലിനറി ആക്ഷൻ ചെയ്ത് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ ദേ ആർ ഓപ്പൺ ടു ഡെവിൾസ് അറ്റാക്സ് മോർ ദാൻ ഇഫ് ദേ ആർ ഇൻ ദ ചർച്ച്.
ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. അവരെ അപ്പം ദി ഐഡിയ ഈസ് ദാറ്റ് ദേ വിൽ റിപ്പൻറ്റ് ആൻഡ് ദേ വിൽ കം ബാക്ക്. അതിന് ആ ശിക്ഷണ നടപടി എടുക്കുന്നത് അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെ പുറത്താക്കി കഴിയുമ്പോഴത്തേക്കും അവർക്ക് സഭയും കർത്താവിൻ്റെ ദാസന്മാരും കൊടുക്കുന്ന ആ പ്രൊട്ടക്ഷൻ അവർക്ക് നഷ്ടപ്പെടുന്നതിനും ദേ വിൽ ബി അണ്ടർ അറ്റാക്ക്. ദി ഐഡിയ ഈസ് ദാറ്റ് ദേ വിൽ റിപ്പൻറ്റ് ആൻഡ് ദേ വിൽ കം ബാക്ക് ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു സേവ് ദെയർ സോൾസ്. കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയല്ല, നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോവുക ചെയ്യുന്നത്. കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നു എന്നാണ് ജോൺ 3:16 പറയുന്നത്. അപ്പോൾ നമ്മൾ ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പോകുന്നവർ അവരുടെ സ്വന്തം ഇഷ്ടത്താൽ ദേ ആർ വാക്കിംഗ് എവേ ഫ്രം ഗോഡ്. അപ്പോൾ അതിന് ദൈവം ഉത്തരവാദിയല്ല, ബാക്കിയുള്ളവർ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ദിസ് ഈസ് ദി ഐഡിയ ദാറ്റ് ഈസ് ദെയർ. അപ്പോൾ ഇങ്ങനെ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ലെങ്കിൽ അവരെ ഒരു ശിക്ഷണ നടപടിക്ക് വിധേയമാക്കി അവരൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് പുറത്തു വിടും. ദിസ് ഈസ് ദി ഐഡിയ ദാറ്റ് ദേ വിൽ റിപ്പൻറ്റ് ആൻഡ് ദേ വിൽ കം ബാക്ക് ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ ഫോൾഡ്. നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ചോദ്യങ്ങളുടെ അടുത്ത ആഴ്ച സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്.